ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ഇല്ലുസ്ട്രേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് യൂട്യൂബ് ചാനലിൽ ചെന്ന് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ അത് വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്കിംഗ് നോട്ട്സ് തയ്യാറാക്കണം. വർക്കിംഗ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിലെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അടക്കം എല്ലാ ഐറ്റംസും കിട്ടും. അവിടെ നിന്ന് പെർസെൻറ്റേജോ GP അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ കിട്ടുന്ന GP ആണ് നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ GP എടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണം ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾക്ക് സെക്കൻഡ് ഇല്ലുസ്ട്രേഷനിലേക്ക് പോവാം. ഇല്ലുസ്ട്രേഷൻ 2. ഇവിടെ ഇല്ലുസ്ട്രേഷൻ 2. The godown of P Limited caught fire on 15th September 2017. Record saved from the fire showed the following particulars. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗോഡൌണിന് തീ പിടിച്ചിരിക്കുകയാണ്. അതെന്താണ് ഡേറ്റ്? 15th September 2007 ഫയറിന് ഫയർ പിടിച്ചിരിക്കുന്നത്. ഗോഡൌണിന് ഫയർ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാൻ സാധിക്കും, ഞാനൊരു W M എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. W എന്ന് വെച്ചാൽ അത് വർക്കിംഗ് നോട്ട്സിൽ എടുക്കേണ്ടതാണ്. M എന്ന് വെച്ചാൽ നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ വർക്കിംഗ് നോട്ട്സിലുള്ള ട്രേഡിംഗ് അക്കൗണ്ട് ആണ് W എന്ന് വെച്ചാൽ കാണിക്കേണ്ടത്. M എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓൺ 1st April 2016. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ വർക്കിംഗ് നോട്ട്സിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം നമുക്ക് വന്നിരിക്കുന്നത് എത്രയാണ്? 60,000 ആണ്. ഇനി അതിന്റെ തൊട്ട് താഴെ സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓൺ 31st March 2017. അതായത് വർക്കിംഗ് നോട്ട്സിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇത്. അപ്പോൾ ആ വർക്കിംഗ് നോട്ട്സിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എഴുതണം. അതോടൊപ്പം തന്നെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ആണ് ഇത്. അപ്പൊ അവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടുത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. അപ്പൊ ഈ 84,000 ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇനി നെക്സ്റ്റ് പർച്ചേസ് ലെസ് റിട്ടേൺ ഫോർ ദി ഇയർ 2016-17. 16-17 പർച്ചേസ് എന്ന് പറയുന്നത് 5,08,000 ആണ്. ഇത് വർക്കിംഗ് നോട്ട്സിൽ എടുക്കേണ്ടതാണ്. വേജസ് ഫോർ ദി ഇയർ 2016-17 നമുക്ക് ഇവിടെ 20,000 തന്നിട്ടുണ്ട്. അതും W എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വർക്കിംഗ് നോട്ട്സിലാണ് എടുക്കേണ്ടത്. പിന്നെ സെയിൽസ് ലെസ് റിട്ടേൺ ഫോർ ദി ഇയർ 2016-17 7,20,000. അത് വർക്കിംഗ് നോട്ട്സിലാണ് എടുക്കേണ്ടത്. അടുത്തത് പർച്ചേസ് ലെസ് റിട്ടേൺ ഫ്രം 1st April to September 15th 2017. അതായത് ആ ഫയർ വന്ന വരെയുള്ള പർച്ചേസ്. അപ്പൊ 1,80,000. ഇത് നമ്മൾ എവിടെ കാണിക്കണം? മെമ്മോറാണ്ടത്തിലാണ് കാണിക്കേണ്ടത്. സെയിൽസ് ലെസ് റിട്ടേൺ ഫ്രം 1st April to September 15th. ആ ഫയർ വരെയുള്ള സെയിൽസ് 2,46,000. ഇത് നമ്മൾ എവിടെ കാണിക്കണം? മെമ്മോറാണ്ടത്തിൽ കാണിക്കണം. വേജസ് ഫ്രം 1st April to September 15, 2017. ഇത് നമ്മൾ എവിടെ കാണിക്കണം? മെമ്മോറാണ്ടത്തിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ ഇനി എടുത്തിരിക്കുന്ന വാല്യൂ ഓഫ് പോളിസി 1,20,000 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് അതിന്റെ മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ആവറേജ് ക്ലോസിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അതിൽ താഴെയാണെങ്കിൽ ദ ഗ്രോസ് പ്രോഫിറ്റ് റിമെയിൻ അറ്റ് ദ യൂണിഫോം റേറ്റ്. അതായത് വർക്കിംഗ് നോട്ട്സിലെ ആ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിലെ പെർസെൻറ്റേജ് എന്നാണ് ഇവര് പറയുന്നത്. ദ സ്റ്റോക്ക് സാൽവേജ്ഡ് വാസ് വർത്ത് ₹7,200. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സാൽവേജ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്ക് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരും നമ്മൾ അത് നന്നാക്കി എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു സ്ക്രാപ്പ് പാർട്ടിക്ക് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഒരു വില നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ വാല്യൂ ഇട്ടിരിക്കുന്നത് 7,200. ആൻഡ് ദാറ്റ്
was retained by the P Limited. Show the amount of claim to be lodged. Okay, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട്സ്, ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ വർക്കിംഗ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് അവിടെ കൊണ്ട് എഴുതാം. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ ആൻസർ ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ വർക്കിംഗ് നോട്ട്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വർക്കിംഗ് നോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March 2017. നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ വർക്കിംഗ് നോട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് 60,000 തന്നിട്ടുണ്ട്. പർച്ചേസ് 5,08,000 ആണ് വർക്കിംഗ് നോട്ട്സിൽ തന്നിരിക്കുന്നത്. വേജസ് 20,000 ആണ് നമുക്ക് വർക്കിംഗ് നോട്ട്സിൽ തന്നിരിക്കുന്നത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ, ഞാനിപ്പോ സ്ക്രീൻ റോൾ ചെയ്യുന്നില്ല അതുകൊണ്ട്. സെയിൽസ് 7,20,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 84,000. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാലൻസ് ചെയ്യാൻ 8,04,000 നമ്മൾ കിട്ടി. ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ് കൊണ്ടുവന്നു. 8,04,000 എഴുതിയതിനു ശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക് മുതൽ വേജസ് വരെയുള്ള ഐറ്റംസ് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ബാലൻസ് കിട്ടുന്നത് 2,16,000 ആണ്. ഇതാണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ്. ബാലൻസിങ് ഫിഗർ ആണ്. ഇതാണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ഇനി പെർസെൻറ്റേജ് ഓഫ് GP അല്ലെ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2,16,000 ഡിവൈഡഡ് ബൈ 7,20,000 ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് 30%. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് GP. പെർസെൻറ്റേജ് ഓഫ് GP എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കണ്ടോ, അതിന്റെ ഇക്വേഷൻ അതാണ്. അപ്പോൾ സെയിൽസ് ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്ന 7,20,000 ഗ്രോസ് പ്രോഫിറ്റ് 2,16,000 നമുക്ക് വർക്കിംഗ് നോട്ട്സിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2,16,000 അതായത് ഗ്രോസ് പ്രോഫിറ്റിന്റെ സ്ഥാനത്ത് ആ ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് എഴുതുക. 2,16,000 എഴുതുക. സെയിൽസിന്റെ സ്ഥാനത്ത് അവിടെ നമ്മൾ ആ സെയിൽസ് താഴെ എഴുതുക 7,20,000 ഇൻറ്റു 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 30% കിട്ടും. അതായത് സെയിൽസിന്റെ 30% നമുക്ക് പ്രോഫിറ്റ് ആണ്. 30% പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ വർക്കിംഗ് നോട്ട്സ് നമ്മൾ ചെയ്യുമ്പോഴേക്ക് മെമ്മോറാണ്ടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും നമുക്ക് ഉണ്ടാവില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. അപ്പൊ 2 ഫിഗർ മിസ്സിംഗ് വന്നാൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പൊ ഒരു ഫിഗറെ മിസ്സിംഗ് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അവിടുത്തെ സെയിൽസുമായി ബന്ധപ്പെടുത്തി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നു, എന്താ ചെയ്യുന്നത്, ഇവിടെ അസർട്ടൈനിങ് ദ സ്റ്റോക്ക് ആസ് ഓൺ ഡേറ്റ് ഓഫ് ഫയർ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 1st April to 15th September 2017 വരെ നമ്മൾ ആണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക്, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇവിടെ കണ്ട രണ്ടാമത്തെ ഐറ്റത്തിൽ ഞാൻ കാണിച്ചു, അവിടുത്തെ വർക്കിംഗ് നോട്ട്സിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടുത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറും. അപ്പൊ ഈ 84,000 ആണ് നമ്മൾ മെമ്മോറാണ്ടത്തിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നത്. അതാണ് നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 84,000 എഴുതി. ഇനി മെമ്മോറാണ്ടത്തിലെ പർച്ചേസ് നോക്കാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫയർ വരെയുള്ള പർച്ചേസ് ആണ് മെമ്മോറാണ്ടത്തിലെ പർച്ചേസ് ആയിട്ട് എഴുതേണ്ടത്. 1,80,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 1 പർച്ചേസ് എന്നും പറഞ്ഞ് 1,80,000 നമ്മൾ കാണിച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നത് വേജസ് ആണ്. വേജസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 16,200 ആണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേജസ് 16,200 നമ്മളിവിടെ കാണിച്ചു. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, വേജസ് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് സെയിൽസ് ഉണ്ട്. സെയിൽസ് ഫയർ വരെയുള്ള സെയിൽസ് എന്ന് പറയുന്നത് 2,46,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് ക്രെഡിറ്റ് സൈഡ് 2,46,000 എഴുതി. ഇനി നമുക്ക് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മൾ ഇക്വേഷൻ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 30% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സെയിൽസിന്റെ 30% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്മോറാണ്ടത്തിലെ സെയിൽസ് എത്രയാണ് നമുക്ക് നോക്കാം. മെമ്മോറാണ്ടത്തിലെ സെയിൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ മെമ്മോറാണ്ടത്തിലെ സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ 2,46,000 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും പറഞ്ഞ് എഴുതിയിട്ട്
2,46,000 ഈ സെയിൽസ് കണ്ടോ, ഈ സെയിൽസ് ഇവിടെ കൊണ്ടുവന്ന് എഴുതി അതിന്റെ ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 30/100 എന്നും പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. ആൻസർ ആണ് 73,800. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിച്ചു? സെയിൽസിന്റെ പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് 30% ആണ് സെയിൽസിന്റെ 30% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സെയിൽസ് ഇവിടെ 2,46,000 ആണ്. അതിന്റെ 30% നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 73,800 കിട്ടി. അപ്പൊ നമുക്ക് ഇനി ബാലൻസ് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും ഹൈയസ്റ്റ് ആയിട്ട് വരുന്നത്, കാരണം ഗ്രോസ് പ്രോഫിറ്റ് അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,54,000 കിട്ടും. അത് തന്നെ കുറവുള്ള സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് നമ്മൾ എഴുതുകയാണ് 3,54,000. എന്നിട്ട് 2,46,000 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ബാലൻസിങ് ഫിഗർ 1,08,000 ആണ്. അപ്പൊ ഫയർ നടക്കുമ്പോൾ ഗോഡൌണിൽ 1,08,000ന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ നോക്കാനുള്ളത്, അപ്പോൾ ഇവിടെ അസർട്ടൈൻമെന്റ് ഓഫ് ക്ലെയിം ടു ബി ലോഡ്ജ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് ഓൺ 15th September 2017. അപ്പൊ നമ്മള് ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക്, അതായത് ഇപ്പൊ നമ്മള് കണക്ക് പ്രകാരം കണ്ടുപിടിച്ചിരിക്കുന്ന സ്റ്റോക്ക് ആണ് ഇതാണ്. ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 1,08,000 ആണ് ഫയർ നടക്കുമ്പോൾ ഉണ്ടായത്. അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. അതിനുശേഷം സാൽവേജ്ഡ് സ്റ്റോക്ക്, ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് ഈ സാധനം നന്നാക്കി എടുത്താൽ പുതിയത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരും. അപ്പൊ നമ്മൾ എന്താ വിട്ടുകളയും, അത് ഏതെങ്കിലും സ്ക്രാപ്പുകാരന് കൊടുക്കും. അപ്പൊ അങ്ങനെ സ്ക്രാപ്പുകാരൻ വിലയിട്ടതാണ് 7,200 എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്. അത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ തന്നിട്ടുണ്ട്, കണ്ടോ, അതേ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കണ്ടോ, റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 7,200 ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യാം, 7,200 നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യാം. കണ്ടോ, ഇവിടെ ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്കിൽ നിന്ന് 7,200 നമ്മൾ മൈനസ് ചെയ്തു. അപ്പൊ നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് 1,08,000 ഉള്ളൂ. നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 1,800,000 രൂപ, 1,08,000 ലോസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴേക്ക് തേർഡ് കേസ് ആവറേജ് ക്ലോസ് കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത്, ആസ് ദ ഇൻഷുറൻസ് പോളിസി എമൗണ്ട് ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ആസ് ഓൺ ഡേറ്റ് ഓഫ് ഫയർ, ആവറേജ് ക്ലോസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന, അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി എത്ര രൂപയുടെയാണ് നോക്കിയാൽ കാണാൻ സാധിക്കും. 1,20,000ന്റെയാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തത്. നമ്മൾ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായി. അത്ര എടുത്തെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അതിനേക്കാൾ, ആ പോളിസി വാല്യൂവിനേക്കാൾ കുറവായിട്ടാണ് അവിടെ കിടക്കുന്നത്. അതിന്റെ സാൽവേജ് സ്റ്റോക്കും മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാനായിട്ട് 1,08,000 ഉള്ളൂ. 1,20,000ന്റെ പോളിസി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ട പൈസ കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. നമ്മള് കാര്യങ്ങളെല്ലാം നീക്കിയിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അപ്പൊ ഇത്രയുള്ള പ്രോബ്ലം. എല്ലാവരും ഇത് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. കമന്റ്സ് പറയുമ്പോൾ ഞാൻ അതനുസരിച്ച് അത് കറക്റ്റ് ചെയ്ത് എന്റെ പ്രോബ്ലംസ് കൂടുതൽ ഭംഗിയായിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.